അതെ, ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഫീലിങ്സിൽ നിൽക്കുവാണ്. ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. അതായത് ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ചേച്ചിക്ക് കൊടുക്കാൻ പോണ സർപ്രൈസ് വേറെ ഒന്നല്ല, നമ്മുടെ സ്വന്തം അളിയൻസിന്റെ തങ്കത്തിന്റെ പിറന്നാളാണെന്ന്. തങ്കത്തിന് പിന്നെ 1 വയസ്സ് കൂടെ കൂടിയിരിക്കുകയാണ്. അപ്പൊ തങ്കത്തിന് 1 വയസ്സ് കൂടിയ ഈ സമയത്ത് നമുക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ ആദ്യം പറയാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അതിനൊപ്പം ഒരു കാര്യം കൂടെ പറയാം, ഒരു സർപ്രൈസും കൂടെ ഇതിന്റെ കൂട്ടത്തിലുണ്ട്. നമുക്ക് നമ്മുടെ ഒരു ചങ്ക്, അളിയൻസിന്റെ ഭയങ്കര ഒരു ചങ്കാണ്, എറണാകുളത്ത് ആലുവയിൽ നിന്ന് റഹീം റെഡ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. റഹീം ഒരു വേറൊരു സർപ്രൈസ് ആയിട്ടുണ്ട്. ഞാൻ റഹീമിനെ നമുക്കൊരു കൈഡി കൊടുത്ത് വെൽക്കം ചെയ്യാം. റഹീം ഞങ്ങൾ പറയാലോ, പ്ലീസ് കം. അതായത് ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ചേച്ചിക്ക് കൊടുക്കാൻ പോണ സർപ്രൈസ് വേറെ ഒന്നല്ല, നമ്മുടെ ഒരു ചേച്ചിയുടെ ഒരു സുഹൃത്താണിത് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അതാരാന്ന് അത് സസ്പെൻസ് ആണ്, അത് ചേച്ചിയോട് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനകത്തൊരു വാചകം എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു. വാചകം ക്ലോസ് എടുത്തോളൂ, അതിന് ചേച്ചിനെ കാണിക്കാം. കൊറേ നേരം ഞാൻ ഇവരുടെ പുറകെടുക്കണ എന്താന്ന് ചോദിച്ചു. ഒരു ഭയങ്കര ഗൂഢാലോചന. അതായത് വാചകം ഇതാണ്: നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, ചേച്ചിയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേരുടെ പേര്. ചേച്ചി അത് എവിടെ എഴുതാമോ? ചേച്ചിയുടെ ഹൃദയത്തിലൂടെ ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേരുടെ പേര്. എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ കുറച്ച് പേര് എഴുതുക, ആദ്യം മുതൽ ഏറ്റവും ടോപ്പ് മുതൽ കുറച്ച് പേര് ചെറുതായിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ കുഞ്ഞതായിട്ട് എഴുതണം. ഇവിടെ കുഞ്ഞു സ്ഥലമുള്ളൂ, അപ്പൊ കുറച്ച് പേരുടെ പേര്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പേരുടെ പേരായിട്ട് എഴുതണുള്ളൂ. ബെർണാച്ചു ഫുൾ നെയിം എഴുതണോ? ചേച്ചിയുടെ ഇഷ്ടം. ബെർണാച്ചു പപ്പ, അമ്മിച്ചി, സിമി, ഓഫ് കോഴ്സ് സിമി, എന്റെ തങ്കമ്മ, പിന്നെ മനു, എന്റെ ആങ്ങളെയാണ്, പ്രീതി, കുഞ്ഞാറ്റ. കറക്റ്റ് ആയി. ബാക്കി എനിക്ക് എന്റെ സഹപ്രവർത്തകര്, എന്റെ ഫ്രണ്ട്സ് നിറയെ പേരുണ്ട് കേട്ടോ. എനിക്കിതായി കുഞ്ഞു സ്ഥലേ തന്നിട്ടുള്ളൂ. കുറച്ച് സ്ഥലത്ത് ചേച്ചി ഈ പറഞ്ഞ കുറച്ച് പേരുകൾ ചേച്ചി ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചേച്ചി ഇതില് പിടിച്ചിട്ട് താഴോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചിക്ക് സർപ്രൈസ് കാണാൻ പറ്റും. എന്താണ് സർപ്രൈസ്? നമുക്കൊക്കെ കാണാൻ ഇപ്പൊ ആകാംക്ഷയായിട്ട് നിൽക്കാണ്. ഒരു ടിഷ്യൂ ഉണ്ടവനെ, അത് കുഴപ്പമില്ല, ഈ കൈ കൊണ്ട് വലിക്കാനോ. എന്റെ ദൈവമേ, എനിക്ക് ടെൻഷനാവുന്നു. വലിക്കട്ടെ? കണ്ണടയ്ക്കണോ ഞാൻ? വേണ്ട, നോക്കിയോ മെല്ലെ വരട്ടെ. ഇതിന് ഞാൻ എഴുതിയത് ചേച്ചിയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആ പേരുകളെല്ലാം എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ കണ്ടെത്തി. സൂപ്പർ, താങ്ക് യു സോ മച്ച്. ഭയങ്കര സ്പെഷ്യൽ ഗിഫ്റ്റ് ആയി പോയിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവരിവിടെ കൊറേ നേരമായിട്ട് വന്നപ്പോണ്ട് ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട്, അവളെയും കൂടി വിളിക്കും, വാ വാ. അപ്പൊ എന്നോട് പറഞ്ഞു എന്നെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൊറേ നേരമായിട്ട് പറയണോ എന്താന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ലെൻസൊക്കെ വെച്ച് വന്നേക്കോ, കാണില്ലേ? എന്താ പേരെന്താ? നിമിഷ. അപ്പൊ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഇത് എല്ലാവർക്കും സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അയ്യോ, എനിക്ക് എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓ, ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഉണ്ടല്ലോ, ഭയങ്കര എന്താ അറിയില്ല, ഭയങ്കര സന്തോഷമുള്ള ബർത്ത്ഡേ ആയിരുന്നു ഇപ്രാവശ്യം. എന്റെ ബെർണാച്ചിനും ഇതേപോലെ ഒരു പടം വരച്ചു തന്നു എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട്. താങ്ക് യു. സൂപ്പർ ഇട്ടോ, നന്നായി വരച്ചിരിക്കുന്നു. എത്ര ദിവസം എടുത്തു? ഓ, ഇതിനകത്ത് എന്റെ അമ്മച്ചിയുടെയും പപ്പയുടെ എല്ലാവരുടെയും പേരുണ്ട്. സിമി ബെർണാച്ചൻ,
തങ്കമ്മ. അയ്യോ, തങ്കമ്മേനൊക്കെ പേരുണ്ട്. അതെ, ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഫീലിങ്സിൽ നിൽക്കുവാണ്. ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. ഇതാ, എൻ്റെ വളരെ പ്രിയപ്പെട്ടവരുടെ പേരുകൾ ചേർത്ത് വെച്ച് എൻ്റെ ഒരു പിക്ചർ ഉണ്ടാക്കിയത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. ഇവരൊക്കെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ നേടിയത് എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര അന്വർത്ഥമാക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഗിഫ്റ്റാണ് കിട്ടിയത്. താങ്ക് യു സോ മച്ച്. ഇത് ചെയ്തത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, റഹീം റെഡ്സ്. എല്ലാവരും പേജ് ഒന്ന് കയറി കാണണം കേട്ടോ. ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ, അത് ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. താങ്ക് യു സോ മച്ച്. ചേച്ചിക്ക് നൽകാൻ കഴിഞ്ഞാലും ഇവിടെ എത്താൻ കഴിഞ്ഞാലും അറിയുന്നുണ്ട്. എനിക്കും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. വെൽക്കം ചേച്ചി. ഓക്കെ, ഇന്ന് നന്നായിരിക്കട്ടെ. അതുപോലെ തന്നെ ഇന്ന് നന്നായിരിക്കട്ടെ. ഒരുപാട് പേർക്ക് സന്തോഷം നൽകാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. മനസ്സ് നിറഞ്ഞാണ് കേട്ടോ പറയണേ. എനിക്ക് എന്താണാവോ ഇങ്ങനെ സങ്കടം വരുന്നത്.